മഞ്ചേശ്വരത്ത് മുസ്ലിം ലീഗ് വ്യാപകമായി കള്ളവോട്ടിന് നീക്കം നടത്തുന്നു എന്ന ആരോപണവുമായി ബി.ജെ.പി. സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ പ്രവാസികളുടെ വോട്ടർ സ്ലിപ്പുകൾ ശേഖരിച്ച് കള്ളവോട്ട് നടത്തുന്നുവെന്നാണ് ആരോപണം. മഞ്ചേശ്വരം, കുമ്പള, മംഗൽപാടി, വോർക്കാടി പഞ്ചായത്തുകളിലാണ് കള്ളവോട്ട് ചെയ്യാൻ ഒരുങ്ങുന്നതെന്നും സുരേന്ദ്രൻ ആരോപിച്ചു. മഞ്ചേശ്വരം മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയും UDF നേതൃത്വവും വ്യാപകമായ തോതിലുള്ള കള്ളവോട്ടുകൾക്കായി ഊർജിതമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗിന് മാത്രം നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള 25ഓളം ബൂത്തുകളിൽ അത്തരം വിദേശത്തുള്ളവരുടെ വോട്ടുകൾ മറ്റാളുകളെ കൊണ്ട് ഇവിടെ കള്ളവോട്ട് ചെയ്യിക്കാനുള്ള വലിയ ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വ്യാപകമായ തോതിൽ BLOമാരെ ഉപയോഗിച്ചുകൊണ്ട് അവർ സ്ലിപ്പുകൾ സമാഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ആവശ്യമായ കള്ളവോട്ടിടാൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ അവർ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. MLA നേരിട്ടാണ് അത്തരം പരിശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. രതീഷ് വാസുദേവൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. രതീഷ്, ഒരു ത്രികോണ പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം കെ സുരേന്ദ്രൻ ഉന്നയിക്കുന്നത്. ഇതിൽ എന്താണ് വസ്തുത? തീർച്ചയായും സ്വാതി, ഇത് തെരഞ്ഞെടുപ്പിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപുള്ള ആക്ഷേപമാണ്. നമുക്കറിയാം, UDFനാണ് ഇത്തരത്തിൽ പ്രവാസി വോട്ടുകൾ സ്വാഭാവികമായും 80% കൂടുതലുള്ളത് UDF കേന്ദ്രങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ആക്ഷേപവുമായി സുരേന്ദ്രൻ വന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് പരാതി നൽകുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരം അട്ടിമറി നടക്കാൻ സാധ്യതയുള്ള ബൂത്തുകളിൽ കൂടുതൽ സേനകളെ വിന്യസിക്കണം. വലിയ അട്ടിമറിയുണ്ട്. തങ്ങളുടെ ലിസ്റ്റ് പ്രകാരം അത്തരം ആശങ്കയുള്ള യൂണിറ്റുകൾ, അത്തരം ബൂത്തുകൾ തങ്ങൾ പറഞ്ഞിരുന്നു. ഈ മംഗൽപാടി, ഓർക്കാടി, അതേപോലെ തന്നെ മഞ്ചേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ വ്യാപകമായി മുസ്ലിം ലീഗിൻ്റെയും UDFിൻ്റെയും ഒക്കെ മേൽക്കൈയുള്ള ബൂത്തുകളാണ്. ആ ബൂത്തുകളിൽ 25ലധികം ബൂത്തുകളിൽ ഇത്തരം വ്യാപകമായ ക്രമക്കേട് നടക്കുന്നുണ്ട്. പ്രവാസികൾ സ്ലിപ്പുകൾ ശേഖരിച്ചാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്നത്. ഇത് അംഗീകരിക്കാൻ കഴിയില്ല. ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ സേനകളെ ഇവിടെ വിന്യസിച്ചുകൊണ്ട് കള്ളവോട്ട് തടയുക എന്ന സമീപനത്തിലേക്ക് പോകണം. മറ്റ് വെബ്കാസ്റ്റിംഗ് ഉൾപ്പെടെ ഉണ്ടെങ്കിലും അത് അതിനുശേഷമാണ് പരിഗണിക്കുക. പക്ഷേ ഇത്തരത്തിലൊരു വോട്ടിംഗ് തടയാൻ, കള്ളവോട്ട് എന്ന നിലയിലുള്ള വോട്ടിംഗ് തടയാനുള്ള ശ്രമങ്ങളാണ് നടത്തേണ്ടത്. എന്തായാലും ഇത് സംബന്ധിച്ച് പരാതി ഉൾപ്പെടെ നൽകും. എന്തായാലും UDF നേതൃത്വവും സ്ഥാനാർത്ഥി ഉൾപ്പെടെയാണ് ഇത്തരത്തിൽ പ്രവാസികൾ കള്ളവോട്ട് നടത്താനുള്ള ശ്രമം നടത്തുന്ന ആക്ഷേപവും കെ സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് കളക്ടർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉൾപ്പെടെ പരാതി നൽകും. കൂടുതൽ സേനകളെ ഈ രംഗത്ത് കള്ളവോട്ട് തടയാൻ നിയോഗിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. എന്തായാലും ഇത് വലിയ മഞ്ചേശ്വരത്താണ് ഇത്തരത്തിൽ കള്ളവോട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു ആരോപണവുമായി BJP സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ രംഗത്ത് എത്തിയിരിക്കുന്നത്. കൊല്ലം